സോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫോറിയർ സീരീസിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിസ്കണ്ടിന്യൂറ്റി പ്രോബ്ലം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ആദ്യം നമുക്ക് ഫോറിയർ സീരീസ് ആയിട്ട് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് നോക്കാം. നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെന്നായിരിക്കും. അത് ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ F1 എക്സ് ആയിട്ട് വർക്ക് ചെയ്യും ആൻഡ് സെക്കൻഡ് ഇൻ്റർവെല്ലിൽ F2 എക്സ് ആയിട്ട് വർക്ക് ചെയ്യും. സോ നമ്മുടെ ഫംഗ്ഷൻ ഡിഫറെൻറ്റ് ഇൻ്റർവെല്ലിൽ ഡിഫറെൻറ്റ് രീതിയിൽ ആക്ട് ചെയ്യും. സോ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ക്രിയേറ്റ് ചെയ്യും. വെയർ x0 ഈസ് ദി പോയിന്റ് ഓഫ് ഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. നമ്മൾ x0 ആണ് ഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റിയുടെ പോയിന്റ്. ദെൻ ദ ഫോറിയർ സീരീസ് അറ്റ് x ഈക്വൽ ടു x0 ടു ദി മീൻ ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്സ്. x0യിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ലൈക്ക് നമ്മുടെ ഫംഗ്ഷൻ x0യിൽ ചേഞ്ച് ആകുകയാണ്. സോ അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റിൻ്റെ മീനായിട്ടാണ് അവിടുത്തെ ഫൊറിയർ സീരീസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ x0യിലുള്ള ഫൊറിയർ സീരീസ് 1/2 ഓഫ് എഫ് ഓഫ് x0 മൈനസ് പ്ലസ് എഫ് ഓഫ് x0 പ്ലസ് x0 മൈനസ് എന്ന് പറഞ്ഞാൽ വാല്യൂ അപ്രോച്ച്ഡ് ഫ്രം ദി ലെഫ്റ്റ് സൈഡ്, അതായത് x0യിലോട്ടുള്ള ലെഫ്റ്റ് ലിമിറ്റ്. ആൻഡ് f0 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ അപ്രോച്ച്ഡ് ഫ്രം ദി റൈറ്റ് സൈഡ്, അതായത് റൈറ്റ് ലിമിറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം: എഫ് ഓഫ് x0 ഈസ് ഈക്വൽ 1/2 എഫ് ഓഫ് x0 മൈനസ് 0 പ്ലസ് എഫ് ഓഫ് x0 പ്ലസ് 0. സോ ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റിൻ്റെ മീനാണ് നമ്മൾ ഫൊറിയർ സീരീസ്, ഒരു ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റിലുള്ള ഫൊറിയർ സീരീസ്. സോ നമ്മൾ ഫൊറിയർ കോഎഫിഷ്യൻറ്റിൽ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ ചേഞ്ച്ഡ് ഫൊറിയർ കോഎഫിഷ്യൻസ്. അപ്പോൾ A0 നോക്കി അറിയാൻ പറ്റും, നമ്മുടെ ഇൻ്റർവെല്ല് രണ്ട് ഇൻ്റർവെല്ലായിട്ട് സ്പ്ലിറ്റ് ആക്കി, F1ഉം F2. വേറെ F1 നമ്മുടെ ഇൻ്റർവെല്ല് റെപ്രസെൻറ്റ് ചെയ്ത പോലെ C2 x0 വരെയാണ് നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യേണ്ടത്. ആൻഡ് F2x നമ്മൾ x0 മുതൽ C+a വരെയാണ് ഇൻ്റഗ്രൽ ചെയ്യേണ്ടത്. സോ അതുപോലെ തന്നെ ANഉം C2 x0 x0 ടു C+a. F1xും F2xും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോസ് ഓഫ് nxൻ്റെ കൂടെ എഴുതുക. അതുപോലെ BNലും സെപ്പറേറ്റ് ഇൻ്റഗ്രൽ വെച്ച് നമ്മൾ F1x സൈൻ ഓഫ് nxും F2x സൈൻ ഓഫ് nxും ഇൻ്റഗ്രൽ ചെയ്യുക. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രോബ്ലം നോക്കാം. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഫൈൻഡ് ദി ഫൊറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് വെയർ എക്സ് ഈസ് ഫ്രം 0 to π ആൻഡ് 2π മൈനസ് എക്സ് വെയർ എക്സ് ഈസ് ഫ്രം π to 2π. സോ ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് 1 പ്ലസ് 1/3² പ്ലസ് 1/5² ഇതിൻ്റെ സമ്മ് π² 8 ആയിട്ട് കിട്ടണം. നമ്മൾ ഫൊറിയർ സീരീസിനെ സോൾവ് ചെയ്ത് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ കിട്ടണം. സോ നമുക്ക് ആൻസർ എങ്ങനെ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ A0 കണ്ടുപിടിക്കാം. A0 ഈസ് ഈക്വൽ 1/π ഫസ്റ്റ് ഇൻ്റഗ്രൽ, നമ്മുടെ ഫസ്റ്റ് ഇൻ്റർവെല്ലിൻ്റെ ഇൻ്റഗ്രലും സെക്കൻഡ് ഇൻ്റർവെല്ലിൻ്റെ ഇൻ്റഗ്രലും. സോ 0 to π എക്സ് ഡി എക്സ് പ്ലസ് π to 2π 2π മൈനസ് എക്സ് ഡി എക്സ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ഇൻ്റഗ്രൽ ചെയ്യാം. സോ ഫസ്റ്റ് ഇൻ്റഗ്രൽ നമ്മൾ ചെയ്യുമ്പോൾ എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ആണ്. ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, 0 to π ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ π² മൈനസ് 0 എന്ന് കിട്ടും. സോ π². ആൻഡ് സെക്കൻഡ് ഇൻ്റഗ്രൽ 2π മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ചെയ്യുക. സോ 2π ഒരു കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റിൻ്റെ ഇൻ്റഗ്രൽ 2π എക്സ് ആവും. ആൻഡ് എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ആണ്. സോ ഇതാണ് നമ്മുടെ ഇൻ്റഗ്രൽ. സോ ഇവിടെ π to 2π ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ 2π അപ്ലൈ ചെയ്യുമ്പോൾ 2π ഇൻറ്റു 2π ഹോൾ സ്ക്വയർ മൈനസ് 2π ഹോൾ സ്ക്വയർ ബൈ 2. ആൻഡ് പൈ അപ്ലൈ ചെയ്യുമ്പോൾ 2π ഇൻറ്റു പൈ 2π² മൈനസ് π²/2 എന്ന് വരും. ഇവിടെ 2π ഹോൾ സ്ക്വയർ മൈനസ് 2π² ചെയ്യുമ്പോൾ 2π ഹോൾ സ്ക്വയർ ബൈ 2. ആൻഡ് ഇവിടെ മൈനസ് ഓഫ് 2π²/2 മൈനസ് മൈനസ് പ്ലസ് π²/2 ചെയ്യുമ്പോൾ നമുക്ക് 3π²/2 എന്ന് കിട്ടും. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്റർ 4π² മൈനസ് 3π², അതായത് π²/2 എന്ന് കിട്ടും. സോ ഫസ്റ്റ് ഇൻ്റഗ്രൽ π²/2, സെക്കൻഡ് ഇൻ്റഗ്രൽ π²/2. സോ A0 ഈസ് ഈക്വൽ ടു 1/π π²/2 പ്ലസ് π²/2. സോ ഇവിടെ നമുക്ക് π² എന്ന് എഴുതാം. സോ π²/π ചെയ്യുമ്പോൾ π എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ A0 π ആണ്. സോ നെക്സ്റ്റ് A നോക്കാം. സോ A കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യുക നേരത്തെ ഇതുപോലെ തന്നെ. സോ ഇവിടെ എക്സ് കോസ് ഓഫ് nxും 2π മൈനസ് എക്സ് കോസ് ഓഫ് nxും കിട്ടും. സോ നമുക്ക് ഫസ്റ്റ് ഇൻ്റഗ്രൽ സോൾവ് ചെയ്യാം. I1 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 0 to π എക്സ് കോസ് ഓഫ് nx. നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഫോർമാറ്റിലാണ്. നമ്മൾ പ്രീവിയസ് വീഡിയോ നോക്കിയായിരുന്നു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇവിടെ നമുക്ക് എക്സിൻ്റെ പവർ വരുന്ന കേസിൽ ഇൻ്റഗ്രൽ ഓഫ് u/v ഫോർമാറ്റിൽ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് u(v1 മൈനസ് u'(v2) ഫോർമാറ്റിൽ കിട്ടും. സോ ഇവിടെ എക്സ് u ആണ് ആൻഡ് കോസ് ഓഫ് nx v ആണ്. സോ u അതേപടി എഴുതാം. കോസ് ഓഫ് nxൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഓഫ് nx ബൈ n. ആൻഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ആൻഡ് സൈൻ ഓഫ് nxൻ്റെ ഇൻ്റഗ്രൽ നെഗറ്റീവ് കോസ് nx ബൈ n. ഈ എന്നിൻ്റെ കൂടെ വീണ്ടും n വരുമ്പോൾ n².
ആൻഡ് നമ്മൾ 0 to പൈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമുല ഓർത്ത് വെക്കുക. സൈൻ ഓഫ് എൻ പൈ ഈസിക്കൽ 0 ആണ്. കോസ് ഓഫ് എൻ പൈ ഈസിക്കൽ -1/n ആണ്. സോ ഇവിടെ നമ്മൾ ആദ്യം പൈ അപ്ലൈ ചെയ്യുക. സോ പൈ സൈൻ എൻ പൈ ബൈ എൻ പ്ലസ് കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ എന്ന് കിട്ടും. ആൻഡ് 0 അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഓഫ് ഇത് എൻറ്റയർലി 0 ആയി പോകും. ആൻഡ് ഇവിടെ 0 അപ്ലൈ ചെയ്യുമ്പോൾ കോസ് ഓഫ് എൻ എക്സ് -1/0 എന്ന് വരും. -1/0 1 ആണ്. സോ 1/n² എന്ന് കിട്ടും. ആൻഡ് ഇവിടെ സൈൻ ഓഫ് എൻ പൈ 0 ആണ്. സോ ഇത് ക്യാൻസൽ ആയി പോകും. ആൻഡ് കോസ് ഓഫ് എൻ പൈ -1/n ആണ്. സോ ഇതും ഈ ടേം മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. സോ -1/n -1/n² എന്ന് കിട്ടും. സോ ഇതാണ് ഫസ്റ്റ് ഇൻ്റഗ്രൽ. സോ അടുത്ത സെക്കൻഡ് ഇൻ്റഗ്രൽ 2π - x കോസ് ഓഫ് എൻ എക്സ് ആണ്. സോ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി കോസ് ഓഫ് എൻ എക്സിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓൾസോ നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ ഓഡ് ഇവൺ അപ്ലൈ ചെയ്തായിരുന്നു. ബട്ട് ഈ കേസസിലൊന്നും നമുക്ക് ഓഡ് ഇവൺ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് π to 2π ആണ്. -π to π വരുന്ന കേസിലാണ് നമ്മൾ ഓഡ് ഇവൺ ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ I2 2π കോസ് ഓഫ് എൻ എക്സ്, ഇവിടെ 2π കോൺസ്റ്റൻറ്റ് പുറത്തോട്ട് എടുക്കുക. സോ ഇൻ്റഗ്രൽ π to 2π കോസ് ഓഫ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ. കോസ് ഓഫ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഓഫ് എൻ എക്സ് ബൈ എൻ ആണ്. ആൻഡ് എക്സ് കോസ് ഓഫ് എൻ എക്സ് ഇത് നമ്മൾ നേരത്തെ ചെയ്ത I1 നമ്മൾ എക്സ് കോസ് ഓഫ് എൻ എക്സ് തന്നെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തത്. സോ നമുക്ക് എക്സ് സൈൻ ഓഫ് എൻ എക്സ് ബൈ എൻ പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ എന്ന് കിട്ടും. ഇൻ്റഗ്രൽ ഫ്രം π to 2π. സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ആദ്യം 2π അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഓഫ് 2nπ ആൻഡ് π അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഓഫ് nπ ബൈ n എന്ന് കിട്ടും. ആൻഡ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 2π സൈൻ ഓഫ് 2πn ബൈ n പ്ലസ് കോസ് ഓഫ് 2πn ബൈ n സ്ക്വയർ ആൻഡ് π അപ്ലൈ ചെയ്യുമ്പോൾ പൈ സൈൻ ഓഫ് πn ബൈ n പ്ലസ് കോസ് ഓഫ് nπ ബൈ n സ്ക്വയർ എന്ന് കിട്ടും. സോ ഇവിടെ നമ്മൾ സൈൻ ഓഫ് 2nπ 0 ആണ് ആൻഡ് സൈൻ ഓഫ് nπ 0 ആണ്. സോ ഇത് എൻറ്റയർലി 0 ആയി പോകും. ആൻഡ് ഇവിടെ സൈൻ ഓഫ് 2nπ 0 ആണ്. സോ ഇവിടെ 0 ആയി. ആൻഡ് കോസ് ഓഫ് 2πn -1 നമ്പർ. സോ അത് എപ്പോഴും 1 ആയിരിക്കും. സോ 1/n² എന്ന് കിട്ടും. ആൻഡ് ഇവിടെ 0 ആയി പോകും. സൈൻ ഓഫ് πn 0 ആയി പോകും. ആൻഡ് കോസ് ഓഫ് nπ -1/n ബൈ n² എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് 1/n² മൈനസ് ഓഫ് -1/n ബൈ n² മാത്രമേ ബാലൻസ് ഉള്ളൂ. സോ -1/n -1/n² എന്ന് കിട്ടും. ഈ മൈനസ് അകത്തോട്ട് എടുക്കുമ്പോൾ. സോ നമുക്ക് an = ഫസ്റ്റ് ഇൻ്റഗ്രൽ പ്ലസ് സെക്കൻഡ് ഇൻ്റഗ്രൽ ചെയ്യാം. സോ ഫസ്റ്റ് ഇൻ്റഗ്രലിനും സെക്കൻഡ് ഇൻ്റഗ്രലിനും സെയിം ആണ്. സോ നമുക്ക് an 2/πn² -1/n -1 എന്ന് കിട്ടും. അടുത്ത് നമുക്ക് bn കാൽക്കുലേറ്റ് ചെയ്യാം. സോ bnൽ നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സൈൻ ഓഫ് എൻ എക്സ് പ്ലസ് 2π മൈനസ് ഓഫ് എക്സ് സൈൻ ഓഫ് എൻ എക്സ് എന്ന് കിട്ടും. 0 to π π to 2π. സോ നമ്മൾ ഫസ്റ്റ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഓഫ് 0 to π എക്സ് സൈൻ ഓഫ് എൻ എക്സ് നമ്മൾ നേരത്തെ ചെയ്തപോലെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. സോ യു എക്സ് സൈൻ ഓഫ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഓഫ് എൻ എക്സ് ബൈ എൻ പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ആൻഡ് കോസ് ഓഫ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഓഫ് എൻ എക്സ് ബൈ എൻ n² ആയി. സോ ഇവിടെ മൈനസും കൂടി ചേർന്ന് ഇത് പ്ലസ് ആയി. ആൻഡ് നമ്മൾ 0 to π ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ -π കോസ് ഓഫ് nπ എന്ന് പറയുമ്പോൾ -1/n ബൈ n. ആൻഡ് ഇവിടെ സൈൻ ഓഫ് nπ എന്ന് പറയുമ്പോൾ 0 ആണ്. സോ ഇവിടെ 0 ആൻഡ് 0 അപ്ലൈ ചെയ്യുമ്പോൾ എൻറ്റയർലി 0 ആയി പോകും. ആൻഡ് സൈൻ ഓഫ് 0 0 ആണ്. സോ ഇത് രണ്ടും 0. സോ ഈ പോർഷൻ മാത്രമേ ഉണ്ടാക്കുള്ളൂ. സോ നമുക്ക് I1 -π -1/n ബൈ n എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് I2 ചെയ്യുമ്പോൾ 2π - x സൈൻ ഓഫ് എൻ എക്സ് ആണ്. സോ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സൈൻ അകത്തോട്ട് എടുക്കുക. സോ 2π സൈൻ ഓഫ് എൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2π കോൺസ്റ്റൻറ്റ് പുറത്തോട്ട് എടുക്കുക. സൈൻ ഓഫ് എൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ നെഗറ്റീവ് കോസ് ഓഫ് എൻ എക്സ് ബൈ എൻ. ആൻഡ് ഇവിടെ എക്സ് സൈൻ ഓഫ് എൻ എക്സ് നമ്മൾ നേരത്തെ I1 ചെയ്താണ്. സോ -x കോസ് ഓഫ് എൻ എക്സ് ബൈ എൻ പ്ലസ് സൈൻ ഓഫ് എൻ എക്സ് ബൈ n². സോ നമ്മൾ π to 2π ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 2π ഇതിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1/2n എന്ന് കിട്ടും. -1/2n നമുക്ക് എപ്പോഴും 1 ആണ്. ഇവിടെ മൈനസ് ഉണ്ട്. സോ മൈനസ് ഓഫ് 1 ആൻഡ് മൈനസ് ഓഫ് നമ്മുടെ പൈ അപ്ലൈ ചെയ്യുക. പൈ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കോസ് ഓഫ് nπ. കോസ് ഓഫ് nπ -1/n ആണ്. ഈ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് ഓഫ് -1/n എന്ന് കിട്ടും. സോ ഈ മൈനസ് കൂടി ചേർന്ന് പ്ലസ് ആവും. സോ -1 പ്ലസ് -1/n അതാണ് ഇവിടെ -1/n -1 എന്ന് എഴുതിയിരുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. π to 2π. 2π നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ -2π ഇൻറ്റു കോസ് ഓഫ് 2πn അതായത് -1/2n ലൈക്ക് 1 ബൈ n പ്ലസ് സൈൻ ഓഫ് 2πn അത് 0 ആണ്.
ആൻഡ് നമ്മൾ പൈ അപ്ലൈ ചെയ്യുക. മൈനസ് പൈ കോസ് ഓഫ് പൈ എന്ന് പറയുമ്പോൾ -1/n നേരത്തെ ചെയ്ത പോലെ തന്നെ ബൈ n. ആൻഡ് ഇവിടെ സൈനിൽ പൈ അപ്ലൈ ചെയ്യുമ്പോൾ 0, സൈൻ ഓഫ് n പൈ 0 ആണ്. സോ നമുക്ക് ഇതാണ് നമ്മൾ ഫൈനൽ കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ടേം അതേപോലെ എഴുതുക. ആൻഡ് ഇവിടെ നമുക്ക് ഈ നെഗറ്റീവ് അകത്തോട്ട് എടുക്കുക. സോ ഇവിടെ പോസിറ്റീവ് ആവും, ഇവിടെ ഇത് പോസിറ്റീവ് ആവും, ഈ നെഗറ്റീവ് കൂടെ ചെയ്യുമ്പോൾ വീണ്ടും നെഗറ്റീവ് ആവും. സോ 2π ബൈ n മൈനസ് പൈ -1/n ബൈ n എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് n കോമൺ ആണ്, n നമുക്ക് കോമൺ എടുക്കാം. നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ 2π -1/n, 2π × -1 മൈനസ് ഓഫ് 2π പ്ലസ് 2π മൈനസ് പൈ -1/n. സോ ഇവിടെ നമുക്ക് 2π ക്യാൻസൽ ആവും. ആൻഡ് 2π -1/n മൈനസ് ഓഫ് പൈ -1/n, അതായത് പൈ -1/n ബൈ n എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ I2. സോ നമ്മുടെ bn 1/π I1 + I2. I1 നേരത്തെ കിട്ടിയത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതുപോലെ I2 ഇവിടെ കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, സോ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. സോ നമ്മുടെ bn 0 ആണ്. സോ നമുക്ക് കിട്ടിയ A0, an, bn അതെല്ലാം നമ്മുടെ ഫോറിയർ സീരീസിൻ്റെ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുക. സോ A0 അപ്ലൈ ചെയ്യുമ്പോൾ π/2 പ്ലസ് സമ്മേഷൻ ഓഫ് n = 1 to infinity. an അപ്ലൈ ചെയ്യുമ്പോൾ 2/πn² ഹോൾ ഓഫ് -1/n മൈനസ് ഓഫ് 1 കോസ് ഓഫ് nx. bn എൻ്റയർലി 0 ആയിപ്പോയി. സോ ഇതാണ് നമ്മുടെ ഫോറിയർ സീരീസിൻ്റെ ഇക്വേഷൻ. സോ നമുക്ക് ക്വസ്റ്റിന് പറഞ്ഞ രീതിയിൽ നമുക്കിനി ഇവാലുവേറ്റ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ചേഞ്ച് ആകുന്ന വാല്യൂ നമ്മൾ സമ്മേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സോ n ഇവിടെ നമുക്ക് -1/n വരുന്നുണ്ട്. സോ n ഇവിടെ ഓടും ഈവണും വരുന്ന സമയത്താണ് ഈ ഇക്വേഷൻ ചേഞ്ച് ആകുന്നത്. സോ ഇവിടെ കറസ്പോണ്ടിങ് എന്നിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചില സമയത്ത് ഇവിടെ -1 ആയിരിക്കും, ചിലപ്പോൾ ഇവിടെ 1 ആയിരിക്കും. സോ ഇവിടെ 1 ആകുന്ന കേസിൽ ഈ ഒരു പോർഷൻ എൻ്റയർലി 0 ആയി പോകും. കാരണം എന്താ, 1 - 1 1 - 1 0 ആണ്. സോ ഇത് എൻ്റയർലി 0 ആയി പോകും. സോ 1 എപ്പോഴാണ് വരുന്നത്, നമുക്ക് എന്നിന് ഈവൺ നമ്പർ വരുന്ന സമയത്താണ് 1 വരുന്നത്. സോ n ഈവൺ വരുന്ന കേസ് എല്ലാം നമ്മൾ നിഗ്ലെക്റ്റ് ചെയ്യുക. സോ നമ്മൾ എന്നിന് ഈവൺ ആണെങ്കിൽ നമുക്ക് 1 - 1 എൻ്റയർലി 0 പോകും, an 0 ആയി പോകും. ആൻഡ് ഓൾസോ എന്നിന് ഓട് വരുന്ന കേസിൽ an ഇൻഡിക്കേഷൻ നോക്കാം, -1 മൈനസ് ഓഫ് 1. സോ -2 -2 × 2 -4. സോ -4/πn² എന്ന് കിട്ടും. സോ ഈ എന്നിൻ്റെ ഇക്വേഷനാണ് നമ്മൾ നമ്മുടെ ഫോറിയർ സീരീസ് കൊടുക്കേണ്ടത്, വേർ n ഓഡ് നമ്പർ മാത്രം. സോ നമുക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ ഫോറിയർ സീരീസിൻ്റെ ഇക്വേഷൻ. സോ നമുക്ക് ഫൈനൽ ഇവാലുവേഷൻ സീരീസിലോട്ട് എത്താൻ വേണ്ടി എക്സിന് വാല്യൂസ് ഇട്ട് കൊടുക്കണം. എക്സിന് പൈ ഇട്ട് കൊടുക്കുന്ന കേസിൽ നമുക്ക് -1/1 വരും. സോ നമുക്ക് സൈൻ കറക്റ്റായിട്ട് കിട്ടത്തില്ല. സോ ആദ്യം 0 ഇട്ട് കൊടുത്ത് നോക്കാം. സോ 0 = നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫംഗ്ഷന് 0 വരുന്ന കേസിൽ ഔട്ട്പുട്ട് എക്സ് ആണ്. എക്സ് എന്താണ്, 0 ആണ്. സോ 0 = π/2 മൈനസ് ഓഫ് 4/π 1 + 1/3² പ്ലസ് 1/π² പ്ലസ് അങ്ങനെ പോകും. സോ ഇതാണ് നമ്മുടെ സീരീസ്. ഈ സീരീസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം റൈറ്റ് സൈഡ് മതി. സോ ഇത് മാത്രം നമ്മൾ റൈറ്റ് സൈഡ് വെക്കുക, ബാക്കിയെല്ലാം ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുക. സോ π/2 ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ -π/2 ആയി. ആൻഡ് -4/π ഇത് നമ്മൾ ലെഫ്റ്റിലോട്ട് എടുക്കുക. സോ -4 × -2 8 ആവും. ആൻഡ് π × π² ആവും. സോ ഫൈനലി നമ്മൾ ഫോറിയർ സീരീസിൽ നിന്ന് ഈ ഒരു സീരീസിലോട്ട് എത്തിച്ചു. സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു പ്രോബ്ലം നോക്കാം.